പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് കോപ്പർ സൾഫേറ്റ് എന്ന പേരിലുള്ള തുരിശാണ്. അപ്പം തുരിശിൻ്റെ ഉപയോഗം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒച്ചിൻ്റെ ശല്യത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയാമെന്ന് വെച്ചത്. നമുക്ക് ഈ തുരിശ് കൃഷിയുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ചെടികളൊക്കെ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ അഴുകലും ചീയലും കടച്ചീയലും ഒക്കെ വരുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് തുരിശ് നേർപ്പിച്ച് ലായനിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ട മറ്റൊരു വസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കുമ്മായമാണ്. രണ്ടും സമ അളവിൽ എടുക്കണം. 1 ലിറ്റർ വെള്ളമാണെങ്കിൽ ഒരു 5 ഗ്രാം ഒക്കെ എടുത്ത് വെച്ചാൽ മതി. തുരിശും അതുപോലെ തന്നെ കുമ്മായവും ഒരേ അളവിലെടുത്തിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ചെടികളിലെല്ലാം ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തടിച്ച് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചിരിക്കും. അത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലും പച്ചക്കറികളിലും അതുപോലെ തന്നെ പ്ലാവുകൾ, മാവ്, ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അങ്ങനെയൊക്കെ എല്ലാ വിളകൾക്കും ഒരുപോലെ നമുക്ക് തളിക്കാൻ പറ്റും. പിന്നെ ഒച്ചിൻ്റെ ശല്യം ഒഴിവാകാൻ ഈ ആഫ്രിക്കൻ ഒച്ചൊക്കെ ഓരോ പറമ്പിലൊക്കെ കാണും, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് 10 ഗ്രാം എടുക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് പറമ്പിലും ഒക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഒച്ചു കുറയും. അങ്ങനെയും പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഒച്ചുകൾ വരും. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം വലിയ ശല്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുരിശ് ഫലപ്രദമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടുകൂടെയാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് തുരിശും കുമ്മായവും കൂടെ ബോർഡോ മിശ്രിതമാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയുടെ മണ്ടടയപ്പ് രോഗത്തിനും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം കൃഷി ആവശ്യങ്ങൾക്ക് നമുക്ക് തുരിശ് ഉപയോഗിക്കുന്നത് തുരിശും കുമ്മായം കൂടെ ചേർത്താണ്. ഒച്ചിനെ തുരത്താനായിട്ട് തുരിശ് തന്നെ നമുക്കെടുത്ത് പിന്നെ ചെടികളുടെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെയും ഒക്കെ ഇടയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച് ശല്യം ഉണ്ടാകത്തില്ല. മഴ സമയത്തായിരിക്കും ഒച്ച് ശല്യം കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇത് ക്രിസ്റ്റൽ രൂപമല്ല കേട്ടോ, ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുണ്ട്. അതാണ് എപ്പോഴും ഇവിടെ വരുന്നത്. ഇപ്രാവശ്യം വന്നത് ഈ തരിതരാന്നുള്ള പഞ്ചസാര പോലെയാണ് ഇപ്രാവശ്യം ഇത് വന്നത്. പിന്നെ ഇത് എളുപ്പം ലയിച്ചോളും, വെള്ളത്തിൽ എളുപ്പം ലയിക്കുകയും ചെയ്യും. ഓക്കെ.